കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ജോസഫച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. Praise the Lord. Praise the Lord. Hallelujah. 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 യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. Hallelujah. 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 അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം Hallelujah. 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 പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം വലിയവരാകുന്നതിന് വേണ്ടി നീ എന്താണ് ചെയ്യുന്നത്? എന്താണ് ചോദ്യം? വലിയവരാകുന്നു, അതായത് ഉയർത്തപ്പെടുന്നതിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? നമുക്കെല്ലാവർക്കും എന്ത് ആഗ്രഹമുണ്ട്? എന്താണ് നമുക്കെല്ലാവർക്കും ആഗ്രഹം? ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാര്യമല്ല, നമുക്കെല്ലാവർക്കും ഉയർത്തപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ആരും നമ്മൾ പറയാറില്ല അവരെന്നെ ചവിട്ടിത്തേച്ചു അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ മാറ്റി നിർത്തി, അടിച്ചിരുത്തി, അങ്ങനെയൊന്നും നമുക്ക് ആർക്കും ഇഷ്ടമില്ല. നമ്മളപ്പോൾ അങ്ങനെ താഴ്ത്തപ്പെടാനായിട്ട്, മറ്റുള്ളവരാൽ താഴ്ത്തപ്പെടാൻ, നമ്മളെ പരിഹസിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല. നമ്മളെക്കുറിച്ച് വേറെ ആരെങ്കിലും കുറ്റം പറയണമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതായത് താഴ്ത്തപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ആഗ്രഹം, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കർത്താവ് തന്നെ തന്നിട്ടുള്ളൊരു ആഗ്രഹമാണ് ഉയർത്തപ്പെടണമെന്ന ആഗ്രഹം. അപ്പോൾ ഈ ഉയർത്തപ്പെടണമെങ്കിൽ എന്ത് വേണം എന്നാണ് ഈശോ പറയുന്നത്. ഈശോ പറയുകയാണ്, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കൈയടിച്ച് നമുക്ക് നന്ദി പറയാം. അപ്പോൾ ഉയർത്തപ്പെടാനുള്ള വഴി എന്താണ്? താഴ്ത്തപ്പെടുക എന്നുള്ളതാണ്, സ്വയം താഴുക എന്നുള്ളതാണ് ഉയർത്തപ്പെടാനുള്ള. ഇപ്പൊ മരം ഉയരാനുള്ള വഴി എന്താണ്? വേര് താഴ്ത്തുക എന്നാണ്. താഴത്തേക്ക് എത്രമാത്രം വേരുകൾ പോകുമോ അത്രമാത്രം ഉയരത്തിലേക്ക് പോകാൻ കഴിയും. താഴത്തേക്ക് വേര് പോകാതെ മുകളിലേക്ക് ഉയർന്നാൽ അതിനെന്ത് സംഭവിക്കും? കാറ്റത്ത് മറിഞ്ഞു വീഴും. ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ അത് വിവരിച്ചു തന്ന സഹോദരൻ ആദ്യം പറഞ്ഞത് അതിൻ്റെ ഫൗണ്ടേഷനെ കുറിച്ചാണ്. എത്രമാത്രം നിങ്ങൾ കേട്ട ബുർജ് ഖലീഫയുടെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിൻ്റെ എത്രമാത്രം വിസ്താരത്തിലാണ് അതിൻ്റെ ഫൗണ്ടേഷൻ ഉള്ളത്. നമുക്ക് എത്രമാത്രം താഴേക്ക് പോകാൻ കഴിയുമോ? അല്ലെ, നമ്മൾ വലിയ വീട്, കൂടുതൽ ഉയരമുള്ള വീട് പണിയുമ്പോൾ കൂടുതൽ ആഴത്തിൽ അതിന് കുഴിയെടുക്കും, അല്ലേ ചോദിച്ചേട്ടാ? കൂടുതൽ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എത്രമാത്രം ഉയരത്തിലേക്ക് പോകണം? ഈ കുഴിയെടുക്കുന്നത് എപ്പോഴാണ്? അവസാനമാണോ? പണി കഴിഞ്ഞിട്ടാണോ കുഴിയെടുക്കുന്നത്? അല്ല, ആദ്യം തന്നെ കുഴിയെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ താഴേക്ക് പോയിട്ടാണ് പിന്നെ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ എത്രമാത്രം, സംഗീതത്തിലും അങ്ങനെ ഒരു നിയമമുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം താഴത്തേക്ക് പാടാനായിട്ട് പറ്റുമോ? സരിഗമ പതിനീസ എന്ന് പറഞ്ഞ് മുകളിലേക്ക് മാത്രമല്ല, സനിധമ മകരീസ എന്ന് പറഞ്ഞ് താഴേക്ക് എത്രമാത്രം പാടാൻ പറ്റുമോ അത്രമാത്രം നിങ്ങൾക്ക് മുകളിലേക്ക് പാടാൻ പറ്റും എന്നാണ് അതിൻ്റെ നിയമം. അപ്പോൾ ആദ്യം പഠിപ്പിക്കുന്നത് താഴേക്ക് പാടി പഠിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിതത്തിൽ വേണ്ട ഒരു പ്രിൻസിപ്പിളാണ് താഴേക്ക് പാടി പഠിക്കുക എന്ന് പറയുന്നത്. അതാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ നമ്മൾ വായിക്കുന്നത്. റൂത്ത് തന്നെ തന്നെ ഒരു വയലിൽ കാലാവെറുക്കുന്നവളായി താഴ്ത്തി. അപ്പോൾ ദൈവം അവളെ
ആ കുടുംബത്തിൻ്റെ നാഥയായി ഉയർത്തി. കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. പരിശുദ്ധ അമ്മ തന്നെ ദാസിയാക്കി മാറ്റി. ദൈവം അവളെ റാണിയായി ഉയർത്തി. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ ഇന്ന് ഈ പ്രഭാതത്തിൽ, ഈ ശനിയാഴ്ച പ്രഭാതത്തിൽ ഈ ദിവ്യബലി അർപ്പിക്കുമ്പോൾ ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം വളരെ വ്യക്തമാണ്. പൂർണ്ണമായും നമ്മെ തന്നെ താഴ്ത്തുക, ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ മറ്റുള്ളവരെ കൂടുതൽ ബഹുമാനിക്കുക. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മെ തന്നെ ഉയർത്താൻ നോക്കിയ സമയങ്ങൾ ഓർത്ത് അനുദപിക്കാം. യേശു പറഞ്ഞു, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. നമ്മെ തന്നെ എളിമയില്ലാതെ അഹങ്കാരത്തിൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെയായി നടന്നതിനെ ഓർത്ത് അനുദപിക്കുകയും ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് പരിഹാരം ചെയ്യുകയും ചെയ്യാം. നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാം. ഈശോയേ, ഈശോയേ.